മാഷെ, രാജസ്ഥാനിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അതായത് ആ സംസ്ഥാനത്തെ എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഒരേ യൂണിഫോം. മാത്രമല്ല, അധ്യാപകർക്ക് കൂടി ഒരേ യൂണിഫോം കൊണ്ടുവരുന്നു. വളരെ കൗതുകമുണർത്തുന്ന ഒരു മാറ്റമാണ്. ആ ഒരു നിയമം പാലിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കേട്ടപ്പോൾ ഓർത്തത്, നമ്മുടെ ഈ കഴിഞ്ഞ ഇടക്ക് പള്ളുരുത്തി സ്കൂളിൽ, സെന്റ് റീത്താസ് സ്കൂളിൽ ഉണ്ടായിട്ടുള്ള ഒരു വിവാദമുണ്ടല്ലോ, ഹിജാബ് വിവാദം. ആ വിവാദവുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഒന്നോർത്താൽ എല്ലാവർക്കും, ഒരു സ്റ്റേറ്റിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ യൂണിഫോം ഉള്ളതാണ് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നുണ്ട്. മാത്രമല്ല, അധ്യാപകർക്ക് കൂടി വരുമ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ നിന്ന് കൂടി ഒരു മാറ്റം ഉണ്ടാകുമെന്നല്ലേ മാഷെ കരുതേണ്ടേ? അതെ അതെ, ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ പ്രധാന വാർത്തയാണ് ഈ രാജസ്ഥാനിലെ യൂണിഫോം മാറ്റം. അടുത്ത അക്കാഡമിക് ഇയറിലേ തുടങ്ങുന്നുള്ളൂ. അവരുടെ അക്കാഡമിക് ഇയർ നമ്മളെപ്പോലെയല്ല. അടുത്ത അക്കാഡമിക് ഇയർ തുടങ്ങുന്നത് നമുക്ക് ജൂൺ 1-നല്ലേ, ഇവർക്ക് ഏപ്രിൽ 1-ന്. അപ്പോൾ അടുത്ത ഏപ്രിൽ 1 മുതൽ നടപ്പാക്കാനുള്ള സർക്കാർ ഓർഡർ ഇറക്കിയിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം. മദൻ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? മദൻ ദിലാവർ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര്. മഹാരാഷ്ട്ര BJP ഭരിക്കുന്ന സർക്കാരാണ്, അറിയാലോ. രാജസ്ഥാൻ BJP ഭരിക്കുന്ന സർക്കാരാണ്. ഭജൻലാൽ ശർമ്മയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ മദൻ ദിലാവർ. അപ്പോൾ ഗവൺമെൻറ് തീരുമാനമാണ്. ആ തീരുമാനം ശ്രദ്ധേയമായി തീരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നിപ്പോൾ നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ്? നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച വരെ കേരളത്തിലെ നമ്മുടെ കൊച്ചിയിലെ ഒരു സ്കൂളിൻ്റെ, പള്ളുരുത്തി സ്കൂളിലെ പ്രശ്നം ചർച്ച ചെയ്തതാണ്. പള്ളുരുത്തി സ്കൂളിലെ പ്രശ്നത്തിൽ വളരെ കൃത്യമായി നമ്മളൊക്കെ നിലപാടെടുത്തതാണ്. യാതൊരു സംശയവുമില്ല. ഒരു സ്കൂളിൻ്റെ യൂണിഫോം തീരുമാനിക്കാൻ ആ സ്കൂളിന് അവകാശമുണ്ട്. അവിടെ ഏതെങ്കിലും മതത്തിൻ്റെ യൂണിഫോം വേണം, മതത്തിൻ്റെ വേഷം ധരിക്കണം എന്ന് പറഞ്ഞു വന്നാൽ ആ സ്കൂളിൻ്റെ യൂണിഫോമിന് അത് വിരുദ്ധമാണെങ്കിൽ അവർക്ക് നിരസിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കുട്ടികൾക്ക് തൊട്ടടുത്ത് ഇഷ്ടംപോലെ സൗകര്യങ്ങളുള്ള സ്കൂളുകളുണ്ട്, പൊതുവിദ്യാലയങ്ങളുണ്ട്. അതല്ലെങ്കിൽ അവരുടെ തന്നെ മതത്തിൻ്റെ തന്നെ മതസംഘടനകൾ നടത്തുന്ന സ്കൂളുകളുണ്ടാവും, പോയിക്കോട്ടെ. പക്ഷെ അവിടെ ഒരു ദൃശ്യമാണ്. രണ്ട് ചോദ്യം എന്നെ അലട്ടി. എൻ്റെ നേരെ വന്ന, ഞാൻ ആ പള്ളുരുത്തി സ്കൂളിൻ്റെ വിഷയത്തിൽ നിലപാടെടുത്തപ്പോൾ എനിക്ക് നേരെ വന്ന 2-3 ചോദ്യങ്ങൾ എന്നോട് നല്ല സുഹൃത്തുക്കൾ എന്നോട് വിളിച്ചു ചോദിച്ചാണ്. ഒന്നാമത്തെ കാര്യം, മാഷെ, സ്കൂളിനകത്ത് മതവേഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. സ്കൂൾ കാരണം ഒരു സരസ്വതി ക്ഷേത്രമാണ്. ലോകത്തിലെ ഏത് മതത്തിൻ്റെ ദേവാലയത്തെക്കാളും വിശുദ്ധമായ ഇടമാണ് സ്കൂളുകൾ, യാതൊരു തർക്കവുമില്ല. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വിഭാഗീയമായ യൂണിഫോം വേണ്ട. എല്ലാ മതവും വിശ്വാസവും സംസ്കാരവും ഉള്ള കുട്ടികൾ ഒരേ വേഷത്തിൽ വന്ന് പഠിക്കട്ടെ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ആശയമാണ്. അത് ശരി. പക്ഷെ അത് കുട്ടികൾക്ക് മാത്രമാണോ ബാധകമായിട്ടുള്ളത്? അത് ടീച്ചേഴ്സിനും ബാധകമാകണ്ടേ? അപ്പോൾ ആലോചിച്ച് നോക്കൂ. പള്ളുരുത്തി സ്കൂളിലെ പ്രിൻസിപ്പള് ഒരു കന്യാസ്ത്രീയാണ്. കന്യാസ്ത്രീകൾക്ക് നമ്മൾ ആരും എതിരല്ല. അവർ ഈ മെഴുകുതിരി പോലെ ലോകത്തിന് വേണ്ടി ഒഴുകിത്തീരുന്ന മനുഷ്യരാണ്. പക്ഷേ അവർ സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ, ഒരു സ്കൂളിലെ പ്രിൻസിപ്പലോ ടീച്ചറോ ഒക്കെ ആയി ജോലി ചെയ്യുമ്പോൾ, എല്ലാവർക്കും, ആ സ്കൂളിലെ എല്ലാ വിഭാഗം എല്ലാ ടീച്ചേഴ്സിനും ബാധകമായ ഒരു യൂണിഫോം, ഒരു ഓവർകോട്ടെങ്കിലും അവർക്ക് അതിന് മീതെ ധരിക്കണമെന്നൊരു നിയമം ഉണ്ടായാൽ ഈ ചോദ്യം വരില്ല. അപ്പോൾ അധ്യാപകന് മതവേഷമാകാമെന്നും കുട്ടിക്ക് മതവേഷം പാടില്ല എന്നും പറഞ്ഞു. ഞാനതിന് പറഞ്ഞ മറുപടി അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു 18 വയസ്സ് വരെ പ്രായപൂർത്തിയായ ഒരു പൗരനാകുന്നത് വരെ കുട്ടികളുടെ മേൽ ഒരു മതവേഷവും അടിച്ചേൽപ്പിക്കരുത്. അതേസമയം പ്രായപൂർത്തിയായി കഴിഞ്ഞവരാണ് അധ്യാപകർ. അവർക്ക് വേണമെങ്കിൽ അവർ മതവേഷം ധരിക്കുന്നതിനെ എതിർക്കേണ്ടതില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു നിൽക്കുമ്പോഴും നല്ലതെന്താ? കുട്ടികളെപ്പോലെ അധ്യാപകരും ഒരേ യൂണിഫോം ഇട്ട് വരുന്നതാണ്. അപ്പോൾ അതാണ് വേറൊരു പ്രശ്നം. നമ്മളൊക്കെ നേരിട്ടൊരു പ്രശ്നമാണ്. പള്ളുരുത്തി സ്കൂളിൽ വലിയ ഫീസ് വാങ്ങുന്ന ഒരു അൺഎയ്ഡഡ് സ്കൂളാണ്. സഭ നടത്തുന്ന സ്കൂൾ, ലത്തീൻ കത്തോലിക്ക സഭയോ മറ്റോ നടത്തുന്ന സ്കൂളാണത്. ആ സഭയുടെ പ്രിൻസിപ്പലിൻ്റെ, അത് വലിയ തോതിൽ ട്രോൾ ചെയ്യപ്പെട്ടതാണ്. ആ സഭയിലെ പ്രിൻസിപ്പലിൻ്റെ ഭാഷയും ആക്സെൻറ്റും ഇംഗ്ലീഷും മലയാളവും ഉച്ചാരണവും വ്യാകരണവും ഒക്കെ പെശകായിരുന്നു എന്നുള്ളതാണ്. അവർ ഭയങ്കര നാടകീയമായിട്ട് ആണ് പത്രസമ്മേളനം നടത്തിയത്. അത് ഭയങ്കര പരിഹാസ്യമായി പോയി. കാരണം നിലവാരമുള്ള സ്കൂളായതുകൊണ്ടാണ് ആളുകൾ വലിയ ഫീസ് കൊടുത്ത് അവിടെ പഠിക്കുന്നതെന്നാണ് ആളുകൾ ധരിച്ചത്. പ്രിൻസിപ്പലിൻ്റെ ഇംഗ്ലീഷും ഇതൊക്കെ നിലവാരം ഇതാണെങ്കിൽ ആ സ്കൂളിൻ്റെ നിലവാരം എന്തായിരിക്കുന്നു കൂടി നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ ആ ഇഷ്യൂവിൽ ആ സ്കൂളിന് ദോഷകരമായി വന്ന ഒരു കാര്യം. ഈ 2 ചോദ്യം അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ ഈ സമയത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം, എനിക്ക് നേരെ വന്ന ഒടുവിലത്തെ ചോദ്യം ഇതാണ്. പക്ഷേ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ നമ്മൾ മതവേഷം പാടില്ല എന്ന് പറഞ്ഞ് ശക്തമായൊരു നിലപാട് മാഷപ്പോലുള്ളവരെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളിൽ അത് ബാധകമാണോ? ശിവൻകുട്ടി പറഞ്ഞ അതുകൊണ്ടാണ്.
നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഇഷ്ടമുള്ള മതവേഷം ധരിച്ചു പോകാൻ അവകാശമുണ്ട്. യൂണിഫോം ഉണ്ടാവാം. യൂണിഫോം ഉണ്ടാകുമ്പോഴും ഹിജാബ് ധരിക്കുന്ന കുട്ടിക്ക് അവിടുത്തെ യൂണിഫോമിൻ്റെ നിറത്തിലായിരിക്കണം എന്നേ ഉള്ളൂ. മനസ്സിലായോ? തൊപ്പി വെച്ച് വരുന്നവനുണ്ട്, അവൻ്റെ തൊപ്പി മാറ്റണം എന്ന് പറയുന്നില്ല, അതിൻ്റെ കളറ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്തരം ചില സംഗതികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് മതവേഷങ്ങൾ കൽപ്പിച്ചു കൊടുക്കും, അനുവദിച്ചു കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അൺഎയ്ഡഡ് സ്കൂളിന് മാത്രം പാടില്ല, ക്രിസ്ത്യൻ സ്കൂളിന് മാത്രം പാടില്ല എന്ന് പറയുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളെ ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എനിക്കിന്ന് രാവിലെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഈ വാർത്ത കണ്ടപ്പോൾ തോന്നിയ ഒരുപാട് കൗതുകങ്ങളാണ്, ഒരുമിച്ച് ഒരുപാട് ആശ്വാസങ്ങളുമാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും മാതൃകയാക്കേണ്ടതാണ്. കാരണം വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. യൂണിഫോം തീരുമാനിക്കാൻ സ്റ്റേറ്റിനാണ് അധികാരമുള്ളത്. നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. കേരള നിയമസഭ വിദ്യാഭ്യാസ രംഗത്തെ ഒരു പരിഷ്കാരം കൊണ്ടുവന്നാൽ അത് എല്ലാവർക്കും ബാധകമാണ്. പക്ഷെ അങ്ങനെ ഒരു പരിഷ്കാരം കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാവുമോ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആർജവം വേണം. ഒന്നാമത്തെ കാര്യം എന്താ ഇതിൻ്റെ? ഇപ്പൊ നമ്മുടെ യൂണിഫോമിന്റെ കുഴപ്പം എന്താ? നമ്മുടെ യൂണിഫോമിന്റെ കുഴപ്പം ഒരു സ്കൂളിന് ഒരു യൂണിഫോമാണ്. നിന്റെ സ്കൂളിന് അല്ലെങ്കിൽ നിന്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിന് എന്ത് യൂണിഫോം വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ സ്കൂളിന്റെ PTA-ക്കാണ്. അതിനേക്കാൾ നല്ല എത്ര മനോഹരമാണ് കേരളത്തിൽ എവിടെയും ഒരു കുട്ടിയെ കണ്ടാൽ ബസ്സിലോ ട്രെയിനിലോ മെട്രോയിലോ തെരുവിലോ അങ്ങാടിയിലോ എവിടെ കണ്ടാലും ആ കുട്ടിക്ക് അവൾ വിദ്യാർത്ഥിയാണ്, അവളോ അവനോ, അവൾ സ്കൂൾ വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണ് എന്നൊരു ഐഡൻറ്റിറ്റി, അതിനാവശ്യമായ പരിഗണന, കെയർ, റെസ്പെക്റ്റ്. ഒരു കുട്ടി എവിടെയെങ്കിലും ഒറ്റക്ക് നിൽക്കുന്നത് കണ്ടാൽ ആ കുട്ടി സ്കൂൾ കുട്ടിയാണ് എന്നൊരു ബോധം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണരുന്ന ഒരു രക്ഷിതാവുണ്ട് അല്ലെങ്കിൽ ഒരു ടീച്ചറുണ്ട്. ആ കുട്ടിക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? അങ്ങനെ കേരളത്തിൽ എവിടെയും എല്ലാ സ്കൂളിലെയും കുട്ടികൾക്ക് ഒരേ യൂണിഫോം. ഇതിപ്പോൾ അതല്ല. ഇതിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? ഓരോ സ്കൂളിനും ഓരോ യൂണിഫോമാണ്. ഗവൺമെൻറ് സ്കൂളുകൾക്ക് തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. അവിടുത്തെ PTA തീരുമാനിക്കും. എയ്ഡഡ് സ്കൂളിന് ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. അൺഎയ്ഡഡിന് ഇതിനേക്കാൾ വ്യത്യസ്തമാണ്. ഏതുവരെ ഉണ്ട് ആലോചിച്ച് നോക്കൂ. ആ യൂണിഫോമുകളിൽ കൊച്ചു കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് പർദ്ദ തൊട്ട് പിന്നെ വലിയ തൊപ്പിയും കോട്ടും വരെയുള്ള സംഗതികളുണ്ട്. അറബ് വേഷം ഞാൻ കണ്ടിട്ടുണ്ട്. അറബ് വേഷത്തിൽ ആണുങ്ങളുടെ അറബ് വേഷം കണ്ടിട്ടില്ലേ? ലോഹ പോലുള്ള വേഷം, ആ വേഷം വരെയുണ്ട്. അപ്പോൾ അത്തരം വേഷങ്ങളൊക്കെ വിദ്യാഭ്യാസ കാലത്ത് നല്ലതാണോ? അതല്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, ഒരു പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പ്രായം 14 വയസ്സ് വരെയാണല്ലോ നമ്മൾ സാർവത്രികവും സാർവജനീനവുമായ വിദ്യാഭ്യാസം എന്ന് പറയില്ലേ? ആ വിദ്യാഭ്യാസം നടത്തുന്ന എല്ലാ കുട്ടിക്കും എന്നാൽ ആ പരിഗണനയും ആ ആനുകൂല്യമൊക്കെ പുറത്തും കിട്ടും. ഇതാണ് യൂണിഫോം എങ്കിൽ ആ കുട്ടിക്ക് പിന്നെ ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കണ്ട. എന്തിന്? ബസ്സിന് കൺസെഷന് വേറെ കാർഡ് കൊടുക്കണ്ട. എന്തായാലും ഒരു ID കാർഡ് ഉണ്ടാവുമല്ലോ കയ്യിൽ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒന്ന് ഉണ്ടായി വന്നാൽ എത്ര നല്ലതാണെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആകുമ്പോൾ ഈ പരാതികളൊക്കെ ഒഴിവായി കിട്ടും. പ്രധാനപ്പെട്ട കാര്യം, സ്കൂൾ കുട്ടി, ഒരു സംസ്ഥാനത്തെ ഒരു കുട്ടിക്ക് എല്ലാ കൊല്ലവും മാറ്റിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്ക് മാറ്റുന്ന പോലെ 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോൾ നമ്മൾ വാങ്ങിയ യൂണിഫോം ഏതാണ്ട് പഴകുന്നത് വരെ ഉപയോഗിക്കാം. അടുത്തൊരു 3 കൊല്ലം കഴിയുമ്പോൾ മുൻകൂട്ടി പ്രഖ്യാപിക്കും. നമ്മളിപ്പോൾ 2025 2030 നമ്മൾ യൂണിഫോം മാറ്റുമെന്ന് പ്രഖ്യാപിക്കാം. സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രഖ്യാപിക്കാം. ഇന്ന കളറായിരിക്കുമെന്ന് ഡിസൈൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ നല്ലതല്ലേ? എത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ ഉണ്ടായാലുള്ള ഗുണം എന്താണ്? അപ്പോഴും അവിടെയും ഈ ഹിജാബും കാര്യങ്ങളും ഒക്കെ വരില്ലേ? അല്ല, വരാൻ പാടില്ല എന്ന് വെക്കണം. അത് സാധിക്കുന്നുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഹിജാബിന് ഇപ്പം അങ്ങനെയും വെക്കുകയാണ്. കുട്ടിക്ക് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഷാൾ ഇടണം എന്നാണെങ്കിൽ ആ ഷാളിനും കളർ വെക്കണം. അത്രയല്ലേ വേണ്ടൂ. അതിനൊന്ന് ഞാൻ പറയുന്നത് ഇതിന് ഒരു യൂണിഫോമിറ്റി വേണം. അതില്ലാത്തൊരു സ്കൂളിൽ ഇപ്പോൾ പള്ളുരുത്തി സ്കൂളിൽ സത്യത്തിൽ എന്താ സംഭവിച്ചത്? പിന്നീട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയുന്നത് പിന്നീടല്ലേ. പള്ളുരുത്തി സ്കൂളിൽ ഈ കുട്ടി സമ്മതിച്ചാണ്, ആ കുട്ടി രക്ഷിതാവും സ്കൂളിലെ യൂണിഫോം മതി, ഞങ്ങൾക്ക് വേറെ തട്ടവും ഹിജാബും ഒന്നും വേണ്ടാന്ന് അവർ സമ്മതിച്ചു പോയതാണ്. ആ കുട്ടി 3-4 മാസമായിട്ട് ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ദിവസം ആ കുട്ടി മാറ്റി വന്നു. അത് ബോധപൂർവ്വം കളിച്ച കളിയൊന്നും അല്ല എന്ന് പിന്നീട് മനസ്സിലാവുന്നത്. ആ മാനേജ്മെൻറ്റിൽ തന്നെ ചിലർ പറഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ചാൽ അന്ന് കലാമേളയായിരുന്നു. കലാമേളയിലുണ്ടല്ലോ നമ്മൾ കുട്ടികൾക്കൊരു സ്വഭാവം, ഇന്ന് കളർ ഡ്രസ്സിൽ പോകാം. അന്ന് വീട്ടിലെ അതേ ഡ്രസ്സിലിട്ട് പോയി. അപ്പോൾ ആ കൂട്ടത്തിൽ ആ കുട്ടി വീട്ടിൽ നിന്നിടുന്ന വേഷം ഇതാണ്, ഈ ഹിജാബാണ്, അതിട്ട് പോയി എന്നുള്ളതാണ്. അത് ചോദ്യം ചെയ്തു, ആ കുട്ടിയെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഏറ്റവും ഇത് ഇട്ടുകൊണ്ട് സ്കൂളിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം. ഞാൻ പറയുന്നത് ഇതൊക്കെ ഒഴിവാക്കാൻ ചെയ്യാവുന്ന ആദ്യത്തെ കാര്യം, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഇത് അനുവദിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് സ്കൂളിൽ പാടില്ല എന്ന് പറയുക? അപ്പോൾ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും ഒരേ യൂണിഫോമും ഒരേ ടാഗും നല്ല പരിഷ്കാരമാണത്. അത് ഇവിടുത്തെ രാജസ്ഥാനിലെ നല്ല മാതൃകയാണ്. രണ്ടാമത്തെ കാര്യം അതിനേക്കാളും മാതൃകാപരമാണ്. രണ്ടാമത്തെ ചോദ്യം വളരെ പ്രധാനമാണ്.
ഈ ഒരു സ്കൂളിനകത്ത് എല്ലാ ടീച്ചേഴ്സിനും ഒരേ യൂണിഫോം. അതെ. അതിൻ്റെ വലിയ അപകടം എന്താണെന്നറിയോ? പ്രജിത എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂളുകൾ കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കുമ്പോൾ അതിനകത്തൊരു സത്യം പറഞ്ഞാൽ ഒരു ചെറിയ സാന്ത്വനം കൂടി ഉണ്ട്. എന്താണെന്നറിയോ? പലപ്പോഴും പല കുട്ടികൾക്കും കീറാത്ത, അതെ, പാവപ്പെട്ട ഉറപ്പായിട്ടും. വീട്ടിലെ കുട്ടികൾക്ക് കീറാത്ത ഉടുപ്പ് ഉണ്ടാവില്ല. അവർക്ക് സൗജന്യമായി നമ്മൾ യൂണിഫോം കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അവൻ കീറിയിട്ട് വരും, മറ്റോനോ വലിയ വീട്ടിലെ കുട്ടിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, അവൻ പട്ടുടുപ്പിട്ടാണ് വരിക. അപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സ്, ഒരു വല്ലാത്തൊരു സങ്കടം ഉണ്ടല്ലോ, അത് ഒഴിവാക്കാൻ കൂടിയാണ്, കുട്ടികൾക്കൊരു സാന്ത്വനം കൂടിയാണ് യൂണിഫോം. അതെ. ടീച്ചേഴ്സിനും ഇത് ബാധകമല്ലേ? നമ്മുടെ ടീച്ചേഴ്സ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ആണുങ്ങളാകട്ടെ ഏറ്റവും മുന്തിയ ഡ്രസ്സും ടൈയും കോട്ടും യൂണിഫോമും ഒക്കെ ഇട്ട്, മീൻസ് ടൈയും സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വരുന്ന അധ്യാപകരുണ്ട്. ഈ വില കൂടിയ ഡ്രസ്സാണ് പലപ്പോഴും അണിയുന്നത്. ഇപ്പോൾ കണ്ടമാനം ശമ്പളം ഉണ്ടല്ലോ. ലേഡി ടീച്ചേഴ്സ് ആണെങ്കിലോ മേലാസകലം സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് പട്ടുസാരിയൊക്കെ കൊടുത്ത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ബോധമുള്ളവരൊന്നും ചെയ്യൂല. പക്ഷെ അങ്ങനെ ഇട്ട് വരുന്നവൻ ഈ കുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്നൊരു ചിത്രം എന്താ? ഒരു കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കുന്നൊരു ചിത്രം ഇതാണ് മഹത്തായ മാതൃക എന്നല്ലേ കാണിക്കേണ്ടത്? അല്ലെങ്കിൽ അതിന് പകരം ഒരു യൂണിഫോം, ആ യൂണിഫോമിൻ്റെ കൂടെ കൃത്യമായിട്ട് പറയണം ഈ ആവശ്യത്തിലേറെ ആഭരണങ്ങൾക്കൊക്കെ നിയന്ത്രണം ഉണ്ടാകണം. സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിട്ട് പ്രദർശനം നടത്താനുള്ളൊരു സ്ഥലമൊന്നുമല്ല സ്കൂള്. പരമാവധി ലളിതമായ ഡ്രസ്സ്, ലളിതമായ വേഷവിധാനമായിരിക്കണം. കഴിയുന്നതും ഒരു ഖദർ വേഷം എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും യൂണിഫോമായിട്ട് കൊടുത്താൽ പോലും ഇന്ത്യയിൽ തെറ്റൊന്നും അല്ലത്. ഖദറോ കോട്ടണോ മതി, വേറെ നിങ്ങൾ ഈ പളവളപ്പുള്ള ഡ്രസ്സൊന്നും ഇട്ട് വരരുത് എന്ന് പറയുക. അപ്പോൾ യൂണിഫോം ഈ ടീച്ചേഴ്സിന് കൂടി യൂണിഫോം വരുന്നു. വേറൊന്ന് ജെൻഡർ ഇക്വാലിറ്റി. നമ്മുടെ നാട്ടിൽ വലിയ കോലാഹലമാണല്ലോ. ബാലുശ്ശേരി സ്കൂളിൽ ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും. എന്താണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ പാൻറ്റും ഷർട്ടും ഇട്ട് പോയാൽ? മാന്യമായിരിക്കണം കുട്ടികളുടെ വേഷവിധാനം. കുട്ടികൾ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ അണിഞ്ഞു വരുന്ന ഈ ലെഗീസ്, എനിക്ക് ഒന്നിനോട് ഞാൻ എതിരല്ല, എൻ്റെ കുട്ടികളൊക്കെ ഇടാറുണ്ട്. പക്ഷേ ആ ലെഗീസിനേക്കാൾ നല്ലതല്ലേ നമ്മുടെ കുട്ടികൾ നല്ല അയഞ്ഞ ഷർട്ടും ജീൻസും അങ്ങനെയുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ വേഷം, അതും ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കും. അവൻ വേറെ ഞാൻ വേറെ എന്ന് പറയുന്ന ഒരു തോന്നൽ, ഞാൻ പെൺകുട്ടിയാണല്ലോ എന്ന തോന്നൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ ആൺകുട്ടികളോട് ചേർന്ന് ആവേശപൂർവ്വം കളിക്കുന്ന കുട്ടികളുണ്ടല്ലോ, കളിക്കുന്ന പെൺകുട്ടികൾ, അവർക്ക് കോൺഫിഡൻസ് കൂടും. അവർക്കൊരു ഭൂമിയിൽ ധൈര്യമായിട്ട് ഇടപെടാനുള്ള ധൈര്യം വരും നമ്മുടെ സമൂഹ ജീവിതത്തിൽ. അപ്പോൾ ഒരു ലിംഗബോധം, ലിംഗനീതി, അവനും ഞാൻ രണ്ടല്ല, അവൻ എൻ്റെ സഹോദരനാണ് എന്ന ബോധം പെൺകുട്ടികൾക്ക് ഉണ്ടാവാനും ഈ തിരിച്ചും ഉണ്ടാവുമല്ലോ. തിരിച്ചും നല്ലതാണ്. അവൾ എൻ്റെ സഹോദരിയാണ്, അവളൊരു ശരീരമല്ല. അവളെ ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ അവളെ എങ്ങനെയാണോ ഞാൻ ചേർത്ത് പിടിച്ചതെന്ന് വെച്ചാൽ എങ്ങനെയാണോ ഞങ്ങൾ ഒരേ ചോറ്റുപാത്രത്തിലെ കളങ്കമില്ലാതെ ആ ബന്ധം, ഒരേ കണ്ണിമാങ്ങ എങ്ങനെയാണ് ഞങ്ങൾ ഒരുപോലെ കടിച്ച് കഴിച്ചത്, ഒരേ ചോറ്റുപാത്രത്തിൽ എങ്ങനെയാണ് കൈയിട്ട് വാരിയത്, ഒരേ മയിൽപ്പീലി എങ്ങനെയാണ് ഞങ്ങൾ വീതം വെച്ചത്, അതേ ബോധം വളർന്നു വരുമ്പോഴും വേണം. അവളെ സഹോദരിയാണ്, ഇപ്പോഴും എൻ്റെ സഹോദരിയാണ്. അപ്പോൾ അത് നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഏതായാലും ഇപ്പോൾ ഇവര് നമ്മുടെ രാജസ്ഥാൻ കാണിച്ച മാതൃക ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി നല്ലതാണ്. പ്രത്യേകിച്ച് അടിയന്തരമായി അത് കൊണ്ടുവരേണ്ടത് കേരളത്തിലാണ്. സംഭവിക്കാൻ പോകുന്നത് അത് BJP അല്ലേ, അതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കും. ആ ഒരു മനസ്സാണ് ആദ്യം മാറ്റിവെക്കേണ്ടത്. നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഒരു നല്ല മാതൃക എവിടെ കണ്ടാലും അതിനെ സ്വീകരിക്കാനും അഭിനന്ദിക്കാനും തയ്യാറാവണം. യാതൊരു കലവറയുമില്ലാതെ രാജസ്ഥാനിലെ BJP ഗവൺമെൻറ്റിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഈ മാതൃക ഇന്ത്യയിൽ എല്ലാവരും സ്വീകരിച്ചാൽ ഒരു ജീവിതകാലം മുഴുവൻ അധ്യാപകനായിരുന്ന ഞാൻ പറയും, ഒരുപാട് കാര്യങ്ങളിൽ അതിൽ നന്മയുണ്ട്. അതിനെ മതം പറഞ്ഞ് ജാതി പറഞ്ഞ് എതിർക്കാൻ നിൽക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.